ആ കള്ളി മുണ്ടും ആ റോസ് ഉടുപ്പും വെള്ളം നനച്ച് വേറെ കളറായിരുന്നു. ഞാൻ ഡെയിലി അടിക്കുക മാത്രല്ല ഡെയിലി അടിയും മേടിക്കും പിള്ളേരെ. അങ്ങനെ നിൽക്കുമ്പോൾ ദാണ്ട്ര ബൈജു ചേട്ടന് ഒരു അപരം കയറി വന്നേക്കുന്നു. ഇവിടെ നിന്നെപ്പോലെ ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരാളെ കാണിച്ചു അന്ന് പ്രശാന്തപ്പനാണ് நாட்டு சார்கள் யாருமே இருக்காங்களா மாப்பிள மாப்பு வச்சு தாய் ஆப்பு Kadola, kuda wajah, kadola, kuda wajah, പലയിടത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അജീഷ് ചേട്ടൻ ഇച്ചിരി അഹങ്കാരിയാണ്. സ്ട്രഗ്ലിങ് വരുന്ന ടൈമില്ലേ, ആ ടൈമിൽ ഇത് നിർത്തി മറ്റെന്തെങ്കിലും ജോലിക്ക് പോയാൽ എൻ്റെ കുടുംബം എനിക്ക് പോറ്റാൻ പറ്റുമല്ലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. മിമിക്രി കലാകാരനും സിനിമ നടനുമായ അജീഷ് കോട്ടയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്നോടൊപ്പം അവരുടെ ഫാമിലി ഉണ്ട്. ചേച്ചി നമസ്കാരം. പേരെങ്ങനെ ചേച്ചി? Ansi. ആൻസി. മോളുടെ പേര് Atria. ആൻഡ്രിയ. ആൻഡ്രിയ. ഇനി ഒരാളും കൂടി ഇല്ലേ? മൂത്തയാളുണ്ട് ആൽഫിന. അവള് പഠിക്കാൻ പോയിക്കാണ്. അവള് ബ്രില്യന്റിലാണ് പഠിക്കുന്നത്. 18 വയസ്സായി. ചേട്ടന് 18 വയസ്സുള്ള ഒരു മകളുണ്ട്. ഞങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കണം. കാരണം ചേട്ടനൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുതിലെ മുതൽ കാണുന്നതാ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ മിമിക്സ് പരേഡ് അല്ലെങ്കിൽ സ്റ്റേജ് ഷോയില് ബൈജു ചേട്ടന്റെ അപരനായിട്ട് വരുന്നതാണ് ആദ്യം നമ്മൾ കാണുന്നത്. അപ്പൊ ബൈജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഓളം സൃഷ്ടിച്ച ഓളം അസാധ്യ ഓളമായിരുന്നു. കാരണം ഒരു സാധാരണക്കാരന്റെ മാനറിസം കീപ്പ് ചെയ്തോളാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ദാണ്ട്ര ബൈജു ചേട്ടന് ഒരു അപരം കയറി വന്നേക്കുന്നു. അപ്പൊ ഞാൻ ഏവനാടാ ഇവൻ, എനിക്കങ്ങ് സുഖിച്ചില്ല, തൊട്ട് സുഖിച്ചില്ല ആണല്ലോ. അപ്പൊ ഞാൻ മാത്രമല്ലെന്ന് മനസ്സിലായല്ലോ, ഞാൻ മാത്രമല്ല. അപ്പൊ ചേട്ടാ അതിനൊക്കെ ശേഷം നമുക്ക് വിവരം വെച്ചു, കുറച്ചുകൂടെ ഒക്കെ വിവരം വെച്ചെന്ന് ചോദിച്ചാൽ ഇത് കലയാണെന്നും ഇങ്ങനെയൊക്കെയാണ് കലകൾ പോകേണ്ടതെന്നൊക്കെ മനസ്സിലായപ്പോ ഓ ശരിയാണ്, അതൊരു കലാകാരനാണ്. പിന്നീടാണ് ഞാൻ നിങ്ങളെ കുറിച്ച് തപ്പണത്, ഭയങ്കര കോട്ടയത്താണെന്നൊക്കെ അറിയുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇഷ്ടപ്പെടാത്തവര് എങ്ങനെയാ ചേട്ടനോട് അടുത്ത് വന്ന് അങ്ങനത്തെ ഇഷ്ടപ്പെടായികയല്ല ഞങ്ങൾക്കുള്ളത്. ഏവനാണോ ബൈജു ഓൾറെഡി ഫേമസ് ആണ്. ഒരാള് അയാളുടെ പെർഫോമൻസ് കൊണ്ട് ഒരു വലിയ ലോകം സൃഷ്ടിച്ച് കുറെ ആരാധകരെ സൃഷ്ടിച്ചിങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ വരിക എന്ന് പറയുമ്പോൾ ആദ്യം അംഗീകരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വിവരം വെക്കുമെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞാല് ആദ്യം അത് അംഗീകരിച്ച് ഞാൻ വന്നെങ്കിലും എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫീൽഡിൽ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും മനസ്സിലായി ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇഷ്ടപ്പെടുന്നവർ എന്നെ കൂടെ ചേർന്ന് നിർത്തിയിട്ടുണ്ട്. അല്ലാത്ത ഒരു ലോകം വേറെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യം ഒരു വേദന വന്നു, പിന്നെ പിടിച്ചു കയറാനുള്ള ഒരു ധൈര്യം വന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആ സ്കിറ്റുകൾ അനുകരിക്കുന്നില്ല എന്ന് ആദ്യം ഒരു തീരുമാനം. പക്ഷെ എന്നാലും നിങ്ങൾ ഇപ്പോഴും അയ്യപ്പ ബൈജുവാണ്. അതെ, അതങ്ങനെ പറയുള്ളൂ, ലാലേട്ടനെ അനുകരിച്ചു വന്നാലും മമ്മൂക്കനെ അനുകരിച്ചു വന്നാലും മമ്മൂട്ടിയുടെ ഡൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു സിനിമാ താരമാണ്. മിമിക്രിയിൽ നിന്ന് വലിയൊരു തരംഗം സൃഷ്ടിച്ച ആളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടനൊക്കെ വരുമ്പോൾ മാത്രമേ ഇത്രയും ഒരു ക്രൗഡിനെ കണ്ടിട്ടുള്ളൂ. തീർച്ചയായും. ഇന്നിപ്പോ നമ്മുടെ വേടൻ എന്ന് പറഞ്ഞ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് നമ്മളിങ്ങനെ എന്നാ പറയുക, കുറെ ആളുകൾ ചേർന്ന് ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാൻ വരുന്നത്. ശരി, അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്നോട് ചെറിയ ദേഷ്യം തോന്നുന്ന ആൾക്കാർ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ദേഷ്യം സത്യമായിരുന്നു. ഞാൻ പറഞ്ഞ പ്രശാന്ത് പുന്നപ്ര ചേട്ടൻ അത് എവിടെയോ ഒരു ഇന്റർവ്യൂല് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടിച്ചിട്ടില്ല. അതായത് അടിക്കാണ്ടാണ് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നത്. അപ്പോഴും കുടിയന്റെ മാനറിസം ഉണ്ട്. ഇപ്പൊ ചേട്ടൻ എങ്ങനെയായിരുന്നു? അല്ല, അടിക്കോ എന്നുള്ളതല്ല എന്റെ ക്വസ്റ്റ്യൻ തന്നെ. അല്ല, അത് അടിക്കോ എന്നുള്ളതല്ല. അപ്പൊ നമ്മൾ ഈ മാനറിസം കിട്ടണമെങ്കിൽ ഇപ്പം ബൈജു ചേട്ടൻ എവിടെന്നാ കിട്ടിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ അമ്മാവനെയാണ് അനുകരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇവര് ഒരു തവണ അങ്കമാലിയില് അന്ന് 7 ആർട്സ് എന്ന് പറഞ്ഞ ട്രൂപ്പ് കളിച്ചോണ്ടിരിക്കും. അപ്പൊ ഇവര് ഏതോ വടക്കോട്ട് കണ്ണൂർ ഭാഗത്തോട്ടോ കോഴിക്കോട് ഭാഗത്തോട്ടോ ഞാൻ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വണ്ടി ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഒരു ടൈമിൽ അവിടെ നിന്ന്
ഇച്ചിരി ഇതായിട്ട് ഇതുപോലെ അടിച്ച് സെറ്റായിട്ട് ഒരാൾ നിന്നിട്ട് പുള്ളി പാടിയ പാട്ടാണ് വഴിയരികിൽ അയ്യപ്പൻ. ഇവര് കേട്ടിട്ട് ഇവര് ഒബ്സർവ് ചെയ്തെടുത്തിട്ട് പ്രശാന്തേട്ടന്റെ അമ്മാവന്റെ ഒരു ക്യാരക്ടർ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തു. അപ്പൊ അത് നല്ലൊരു ഇതായി. പക്ഷെ ചേട്ടൻ എവിടെ നിന്നായിരുന്നു? ബൈച്ചേട്ടൻ ഓക്കെ, ബൈച്ചേട്ടൻ നമുക്കൊരു അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യാം എങ്കിലും നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്സർവേഷൻ ഉണ്ടാവണം. അതെവിടെ നിന്നായിരുന്നു ചേട്ടന്? എന്റെ ചോദ്യം അതായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി ഇറങ്ങിയാല് ഞങ്ങള് കുറച്ച് കൂട്ടുകാർ കൂടി ശരിക്കും കോട്ടയം തന്നെയാണ്. കോട്ടയത്ത് എവിടെയാ? കോട്ടയത്ത് ഞാൻ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് മുള്ളംകുഴിയാണ്. പിന്നെ ഞങ്ങൾ താമസം മാറി ഇറഞ്ഞാല് വന്നു. എൻ്റെ ഒരു 10ാമത്തെ വയസ്സിലാണ് വരുന്നത്. അവിടെ ആയിരുന്നു പിന്നെ ഇതുവരെ. അത് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ താമസിക്കുന്നിടത്ത് വന്നിട്ട് ഒരു 18 വർഷം. അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഒരു ഇറഞ്ഞാലമ്പലം അതിന്റെ പരിസരം എന്ന് പറയുന്ന ഏരിയയിലായിരുന്നു ഞങ്ങളുടെ മിമിക്രിയുടെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ. അപ്പൊ തൊട്ട് തന്നെ ഞങ്ങൾ കലാഭവന്റെ സ്കിറ്റുകൾ കണ്ട് പഠിച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അത് അവതരിപ്പിക്കും. അന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് ഒരു 17, 18, 16 വയസ്സുള്ള പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പരിപാടികൾ തരും, ചെയ്യണമെന്ന് പറയും, പ്രോത്സാഹിപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കളിച്ചു വന്ന ഒരു വരവാണ്. അപ്പൊ അന്നേരം തൊട്ടേ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്കൂൾ ലെവലിലാണല്ലോ പ്രോഗ്രാമുകൾ മിമിക്രി ചെയ്യുന്നുണ്ടായിരുന്നു, മോണാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പാട്ടിനുണ്ടായിരുന്നു, ഡാൻസിനുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ കുറെ പരിപാടികളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ വന്ന സാധനമാണ്. പിന്നെ ഞങ്ങൾ ഡാൻസ് ഒരു ടീമുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ ഈ പഠിക്കാനായിട്ട് VCR VCP ഒക്കെ വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് ഈ പ്രഭുദേവയുടെ ഒക്കെ സ്റ്റെപ്പുകൾ ഇങ്ങനെ സ്ലോ മോഷൻ ചെയ്ത് അത് എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടാണ് തിരിയുന്നത്, അതെല്ലാം പഠിച്ചിട്ട് അത് സ്പീഡിലാക്കി പഠിക്കും. അങ്ങനെ ഒരു ഒബ്സർവേഷൻ തന്നെയായിരുന്നു ഈ ബൈജു ചെയ്യാൻ കാരണമായത്. ചാച്ചൻ ഭയങ്കര ആസ്വാദകനാണ്. രായപ്പൻ ചേട്ടന്റെ കാസറ്റ്, അതുപോലെ തന്നെ സാംബശിവൻ സാറിന്റെ കാസറ്റുകള്, ഒപ്പം മിമിക്രി കാസറ്റുകള് നാഷികയൊക്കെ ഇറക്കിയ മിമിക്രി ഓണത്തിനിടെ കൂട്ടുവെച്ചോളം എല്ലാ വർഷവും ദേമാവരി അതുപോലെ മണിച്ചേട്ടന്റെ പൂളുമ്പ ചൊമ്പുളം വാങ്ങിയാൻ തോന്നുന്നു ഏറ്റവും ആദ്യത്തെ കാസറ്റ് എന്ന് തോന്നുന്നു. അത് തൊട്ടുള്ള കാസറ്റുകൾ ഒരു 2000-ഓളം കാസറ്റുകളുടെ കളക്ഷൻ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അതായത് ജോലി ചെയ്തിട്ട് വരുന്ന പൈസക്ക് ഒരു കാസറ്റെങ്കിലും വീട്ടിൽ മേടിച്ചിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മളെ ഇൻസ്പിറേഷൻ തരുന്ന ഒരു കാര്യമായിരുന്നു. മനസ്സിലായി. അപ്പൊ അങ്ങനെ പതിയെ ഞാൻ ഡാൻസിൽ നിന്ന് മിമിക്രിയിലേക്ക് പതിയെ അങ്ങ് മാറി. ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ മാറി. അങ്ങനെയാണ് വന്നത്. ഈ ഒബ്സർവേഷനും എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് ഇത് ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. പണ്ടൊരു പ്രാവശ്യം ചങ്ങനാശ്ശേരി വെച്ച് സിനാജിയായിട്ട് തന്നെ നിന്നെപ്പോലെ ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരാളെ കാണിച്ചു തന്നു. അന്ന് പ്രശാന്തേട്ടനായിരുന്നു അത്. ഒരു ആർട്ടിസ്റ്റ് വന്ന് 10 നടന്മാരുടെ സൗണ്ട് എടുക്കുന്നതിലും കയ്യടിയും സ്റ്റേജിലെ ആളുകളുടെ അറ്റൻഷൻ സീക്കിംഗ് ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഇപ്പൊ തന്നെ ഞാൻ എന്റെ ക്യാമറമാനോട് ഇങ്ങോട്ട് വന്നപ്പം ആരാന്ന് ഞാൻ പറഞ്ഞില്ല, ചേട്ടനെ ചുണ്ടിട്ട് അറിയോന്ന് ചോദിച്ചു. അറിയാന്ന് പറഞ്ഞു. അതായത് ആ ഒരു മെമ്മറിയിൽ നിൽക്കുന്നത് ഇന്ന ആളാണ്, ആ ഒരു മാനറിസം ആണ്. അതേ പറഞ്ഞ ആ കാലിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ആ മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള ഒരു നിപ്പുണ്ട്. അതൊക്കെ നമ്മളെയൊക്കെ ചെറുതിലെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഒരാളെ വേറൊരാൾ ഡിക്റ്റോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ്. പക്ഷെ എനിക്കിപ്പോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങളൊക്കെ നല്ല സ്നേഹമാണ്. അല്ല ഒരിക്കലും അങ്ങനെ ഒരു കാര്യം എന്നിൽ ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും വർഷം എന്റെ കുടുംബം കൂട്ടിയത്. തീർച്ചയായും. അല്ല ഞാനത് പറയാൻ വെച്ചാൽ എനിക്ക് അതാണ് ഒരാളെ കാണുമ്പോൾ, അല്ലാണ്ട് നിങ്ങളോട് വന്നിട്ട് അയ്യോ ഞാൻ നിങ്ങളുടെ ഭയങ്കര ആരാധകനാണേ എന്നൊന്നും പറയാൻ അറിയില്ല. എനിക്ക് അനുഭവം ഞാൻ പ്രശാന്തേട്ടനോടാണെങ്കിലും പറയുന്ന ഒരു കാര്യം, ചേട്ടാ ഞാൻ ജനിച്ചു വളർന്നു. ഇപ്പൊ മനോജ് കിന്നസ് ചേട്ടൻ, ഇവരുടെയൊക്കെ സത്യം പറയും, ഇവരുടെയൊക്കെ നിങ്ങളുടെയൊക്കെ കോമഡി കണ്ടിട്ട് ചിരിച്ച് മൂത്രം പോകാൻ പറ്റുന്നൊരു അവസ്ഥയില്ല. അങ്ങനെ ഇരുന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ. മനസ്സിലായി. അതായത് ഈ പറഞ്ഞ VCD DVD പ്ലെയർ ഒക്കെ ഒരു കൂട്ട ആളുകൾ ഒരു വീട്ടിലെടുത്തിട്ടാണല്ലോ ഇതെല്ലാം ഇട്ട് കാണുന്നത്. അപ്പൊ ചിരി മാത്രമാണല്ലോ അവിടെ. ചിരി വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? കൊച്ചു പിള്ളേരല്ലേ നമ്മള്. അതാണ് അങ്ങനെ നമ്മുടെ ബാല്യമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അപ്പൊ പറച്ചിൽ തുടങ്ങുമ്പോ നിങ്ങൾ ഓർക്കും എനിക്ക് ഒക്കെ ഉണ്ട്. കൊറേ നേരം ഈ കൊച്ചു ഞാനങ്ങനെ ഒരു ഓർമ്മയില് അല്ലെ 18 വയസ്സിന് കണക്ക് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അതിപ്പോ ഇവിടെ കൊണ്ടു എത്തിച്ചേക്കും. അല്ലല്ല ഞാൻ പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ചെറുതിലെ ചെറുതിലെന്നാണ് എനിക്ക് തോന്നുന്നു ഒരു 9, 10, 11, 12 ഡിഗ്രി ആ ടൈമിലൊക്കെയാണ് നിങ്ങളെ കൂടുതൽ കാണുന്നത്. അത് 2000 അല്ലല്ല നിങ്ങളുടെ പ്രായത്തിലേക്ക് ഞാൻ വരാം. എനിക്ക് വലിയ പ്രായമില്ലെന്നും കഥകളും ഒക്കെ എനിക്ക് അറിയാലോ. അജീഷ് ചേട്ടനെ ഈ പറയുന്ന ഡാൻസിൽ നിന്ന് മിമിക്രിയിലേക്ക് പോയി.
പക്ഷെ ഒരു ഡാൻസറുടെ മകളെ അടിച്ചോണ്ട് പോകുന്നു. ഇതൊക്കെ ആരെന്ന് എന്റെ സ്പൈ ഉണ്ട്, എനിക്ക് സ്പൈ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രണയവും ജീവിതവും ഒക്കെ? പ്രണയവും ജീവിതവും ഒന്നും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകും. അടിപൊളിയായിട്ട് പോകും. ഈ 2 വാക്കിൽ ഉത്തരം എഴുതായത് PSC ക്വസ്റ്റ്യൻ അല്ല, ഇന്റർവ്യൂ. അവിടുന്ന് അത്രയും പ്രതീക്ഷ. അത്രയും പ്രതീക്ഷ മതി. അങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ഒരാള് സംസാരിക്കാനുള്ള ആലോചിക്കാറുണ്ട്. എന്റെ അടുത്ത് വർത്താനം പറയുന്ന പോലെ അല്ല ഇവള് ഒരു പൊതുവേദി വരുമ്പോൾ ഭയങ്കര കാമാൻ പോയിട്ടാണ്. നമ്മൾ എവിടെ പോയാലും നമ്മൾ ആ ഓഡിയൻസിനനുസരിച്ച് പ്രവർത്തിക്കണം. മനസ്സിലായോ? ഓഡിയൻസ് മൈക്കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പൊ എന്നാ പറഞ്ഞ ഇല്ല, പ്രണയം പറ. ആദ്യം ആരോട്? അച്ഛന്റെ പേര്, അച്ഛൻ ആരായിരുന്നു? പറ. എന്റെ അച്ഛൻ ഡാൻസർ ആയിരുന്നു, AS നടരാജൻ മദ്രാസ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പണ്ടത്തെ സിനിമകളിലൊക്കെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കൊറേ സിനിമ ജയഭാരതിയ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം കോട്ടയംകാരനായിരുന്നു. കോട്ടയം. കോട്ടയത്താണ്. അപ്പൊ പോയി പഠിച്ചത് മദ്രാസിലാണ്, ഡാൻസ് ഒക്കെ പഠിച്ചത് മദ്രാസിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പേര്. എന്നിട്ട് ഞാൻ ഈ എന്നിട്ടും ചോദിച്ചോണ്ടിരിക്കും. അജീഷേട്ടാ, കുട്ടി മിണ്ടുന്നില്ല, പക്ഷെ ഞാൻ മിണ്ടിക്കും. ഇത് ഒരു രക്ഷയില്ല. ഞാന് പലപ്പോഴും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മൾ ആളുകളുമായിട്ട് സംബോധന പുള്ളിക്കൊരു അല്ല അത് പേടിയാണ് ചിലവർക്ക്. അല്ല കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ പണ്ട് സിനിമ ഇല്ല എഴുതിയൊന്നും വെച്ചിട്ടില്ല. നോക്ക്, എന്റെ കൈ പരിശുദ്ധമാ, എഴുതിയിട്ടില്ല. അങ്ങനെ ഇതുവരെ എനിക്ക് അവൈഡ് വന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞല്ലോ അച്ഛൻ ചെറുതിലെ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു. അപ്പം ഷീല, ജയഭാരതി അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, എനിക്ക് 5 വയസ്സുള്ളപ്പം അച്ഛൻ മരിച്ചതാ. മരിച്ചു. അത്രയ്ക്ക് ഓർമ്മയില്ല. എന്നിട്ട് പിന്നീട് എപ്പോഴാണ് അജീഷേട്ടനെ കാണുന്നേ? അത് എന്റെ അച്ഛൻ ചേട്ടയുടെ അച്ഛനെ ഡാൻസ് പഠിപ്പിച്ചു. അതും എനിക്കറിയാം. ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ മറ്റേ ഞങ്ങളൊക്കെ ഡാൻസ് ഫാമിലി ആയിരുന്നു. അങ്ങനെ അറിയാം. അപ്പം വീട്ടില് വരുകയും പോവുകയൊക്കെ, ചാച്ചൻ വീട്ടിലോട്ട് വരികയും പഠിക്കാനൊക്കെ, അങ്ങനെ ഫാമിലി ആയിട്ട് അറിയാം. അപ്പൊ പിന്നെ അങ്ങനെ അറിയാവുന്നതുകൊണ്ട് കല്യാണം ആലോചിച്ചു. പ്രേമിച്ചില്ല? അല്ല, ആലോചന അവര് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ പ്രേമിച്ചു. ഉള്ളതാണോ? അതെ. ഞാൻ എന്നൊക്കെ ബിൽഡപ്പ് കൊടുക്കുന്നത്. കല്യാണം, പ്രണയം, കല്യാണം, ഒളിച്ചോട്ടം എല്ലാം നശിപ്പിച്ച് ചുമ്മാ കേട്ടോ. എനിക്കറിയാം, ഞാൻ ഈ കഥ ഏകദേശം അറിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ പിന്നെ അതിന് വേണ്ടിട്ട് ചോദിച്ചാ, നിങ്ങള് വീട്ടില് പെണ്ണ് ആലോചിച്ചു തന്നായിരുന്നു? അല്ല, അത് ഓൾറെഡി അങ്ങോട്ടും ഇവിടെ അവര് തമ്മിൽ സംസാരിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോ അവർക്ക് ഒരു എത്ര വയസ്സാണ് ഇങ്ങനെ ആലോചിച്ചാലെന്നൊക്കെ പറയുന്ന ഒരു സമയമുണ്ടല്ലോ, 10-18 വയസ്സ്. അത്രയൊക്കെ ഉണ്ടോ? ആ സമയത്താണ് ഇതിനൊരു ഇത് വന്നത്. അപ്പൊ ചേട്ടൻ സ്റ്റേജ് ഷോയിലൊക്കെ പോയി? അങ്ങനെ ഞാൻ സ്റ്റേജ് ഷോയിലൊക്കെ പോയി. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും 6 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ ഞാൻ പോയി തുടങ്ങി. ഞാൻ 2003-2004 ഫസ്റ്റ് ട്രിപ്പ് പോയി. അപ്പൊ അതിന് മുമ്പോട്ട് നമ്മള് മറ്റേ വെളിയില് ചെറിയ ചെറിയ പരിപാടികൾ ഒക്കെ പോയി തുടങ്ങി. എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഷൈജോ അടിമാലിയിൽ തുടരൂരൊക്കെ ഷൈജോ ചേട്ടൻ ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റാന്നിട്ട് ആ പ്രോഗ്രാമിന് പകരം ആളായിട്ട് പോയതാണ് ഞാൻ. അത് ഇവിടെയാണ്, ഹൈദരാബാദ്. അന്ന് ഇന്ദ്രൻസ് ചേട്ടനും ഞാനും നമ്മുടെ റജി ബാബ എന്ന് പറയുന്നത് ശരത്, മ്യൂസിക് ഡയറക്ടർ ശരത്തിനെ അനുകരിക്കുന്നത്, പുള്ളിയും അതുപോലെ തന്നെ സാജു ചേട്ടൻ, സാജുപൊടിയൻ, വിനോദ് കിടാമംഗലം ചേട്ടൻ, ഇത്രയും പേര് കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് സ്കിറ്റ് എടുക്കുന്നത്. അപ്പൊ ഇവർക്കൊന്ന് ആ പ്രോഗ്രാം ശരിക്കും കണ്ടക്ട് ചെയ്തത് നമ്മുടെ സാബു തിരുവില്ല എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് ആർക്കും എന്നെ കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇപ്പം ഷൈജോയ്ക്ക് ഇപ്പോൾ ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ പേര് അവിടെ ഷൈജോ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് അവനെ വിളിക്കാൻ. കാരണം ഷൈജോ ചേട്ടൻ ഈ ഡേറ്റ് ഓർക്കാതെ ഒരു പ്രോഗ്രാം പിടിച്ച് അങ്ങോട്ട് മാറേണ്ടി വന്നു. അത് ഇച്ചിരി വലിയ ഷോയാണ്, ഗൾഫ് ഷോ പോലത്തെ ഷോയാണ്. അപ്പൊ ഇത് എന്നോട് പറഞ്ഞു നീ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയിലേക്ക് കിടക്കാനുള്ളൊരു വേ കിട്ടിയത്. അതിപ്പോ നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്ന അമ്പലത്തില് സിനിമയുടെ ഷോ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വെറുതെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് സാധിച്ചേട്ടൻ നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞാൽ നീ വരുമ്പോൾ നിന്റെ ഡ്രസ്സ് കൂടെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് പോയി ഞാൻ അവിടെ ചെയ്യുന്നതും വീണ്ടും സിനിമയിലേക്ക് വരുന്നതും. അവിടുന്ന് നാദിർഷക്കയുടെ
ഗ്രൂപ്പിലേക്ക് വരുന്നതും യൂണിവേഴ്സിൽ. സത്യത്തിൽ ഇപ്പൊ നിങ്ങൾ ഈ മിമിക്രി ചേട്ടൻ പറഞ്ഞ പോലെ മിമിക്രി ആർട്ടിസ്റ്റുകൾ പണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മള് നിങ്ങളെ കാണുന്നത് വേറൊരു തലത്തിലും കൂടെ ഉണ്ട്. അതായത് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് കലാകാരന്മാരുള്ളത് ഭൂരിഭാഗവും സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അപ്പം അവരെ സംബന്ധിച്ച് കുറെ ആളുകൾ സിനിമയിലേക്ക് പോയി. ഇപ്പം ഇൻക്ലൂഡഡ് ദിലീപ്, ജയറാം, അവര് സിനിമയിലേക്ക് പോയി. ഞാൻ പറഞ്ഞാൽ അവരും മിമിക്രി ട്രൂപ്പിലൂടെ വന്നവരാ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന ലാസ്റ്റ് വന്ന് ഇപ്പൊ ശ്രീജോ ചേട്ടന്റെ കാര്യം പറഞ്ഞു, സിനിമയിൽ പോയി. ഇപ്പൊ ചേട്ടൻ ഈ ലാസ്റ്റ് ജയരാജിന്റെ സിനിമയിൽ അഭിനയിക്കുന്നു, അതും സിനിമയിൽ പോയി. പക്ഷെ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. അതെ, ആ വേർഡായിരുന്നു. അത് നമ്മൾ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ പറയണ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അനുകരിച്ചാൽ സിനിമയിൽ കയറാന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതുപോലെ അന്നത്തെ കാലത്ത് മിമിക്രിയിൽ അവതരിപ്പിച്ചാൽ സിനിമയിലേക്ക് എന്നുള്ളൊരു ഒരു പ്രതീക്ഷയാണ്. എല്ലാ കാലം അനുസരിച്ച് പ്ലാറ്റ്ഫോം മാറും. മിമിക്രി ആയിരുന്നെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ മതി. സോഷ്യൽ മീഡിയയിൽ ഒരു വെബ് സീരീസിലുള്ള ആൾക്കാർ പോലും നമ്മളെക്കാൾ സെലിബ്രിറ്റീസ് ആണ്. വ്ളോഗ് ചെയ്യുന്നവർ പോലും നമുക്ക് മുമ്പിൽ വന്ന് ജഡ്ജസ് ആയിട്ട് ഇരിക്കാറുണ്ട്. അത് അവരുടെ ഒരു കാലിബറാണ്. ഞാനേ അത് വളരെ രസകരമായിട്ട് എന്താന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, വർഷങ്ങളായിട്ട് സിനിമാ മോഹമായിട്ട് നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതായത് ക്യാമറ ആയിക്കോട്ടെ, നടനായിക്കോട്ടെ, പക്ഷെ വെറും കോമാളിത്തരം കൊണ്ട് അവർക്കും അറിയാം അവർ ടാലന്റഡ് അല്ല എന്നറിയാം. അല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരെല്ലാം പല ആൾക്കാരാണ്, നമുക്കത് അംഗീകരിക്കാം. പക്ഷെ അതെന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞ് ചാൻസ് കിട്ടി സിനിമയിലും സീരിയലും ഒക്കെ കാണുമ്പോഴേ നമ്മൾ വണ്ടറടിക്കും. കാരണം അപ്പം നമുക്ക് കാരണം വെച്ചാൽ മറ്റൊരുണ്ടല്ലോ, അതായത് മുയർച്ച ചെയ്ത് വരുന്നത് ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ട് വരുന്നവർക്കുടെ മുന്നിൽ ഇതൊന്നും അല്ലാതായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ആ ഒരു ഡയലോഗിലാണ് ഞാനിത് ഓർത്തത്. അതിനകത്തൊരു കാര്യം എന്താ പറയുക, നമുക്ക് ഒരു സിനിമയിൽ എത്താൻ പറ്റും. അത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും മറ്റു കാര്യങ്ങളായാലും നമുക്ക് എത്താൻ പറ്റും. അതിനകത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ കാര്യമാണ്. അതിനകത്ത് നമ്മുടെ ഉള്ളിൽ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. നമ്മൾ വീട്ടിൽ നിന്ന് മറ്റൊരാൾ പറയുന്ന ഡയലോഗ് പെർഫോം ചെയ്ത് കാണിക്കുക, നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അന്നേരം നമ്മളും ആ ക്യാമറയും ഫോണിൻ്റെ ക്യാമറയും നമ്മളും മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാണ്. നമുക്ക് ഏത് വിധേനെ എങ്ങനെ വേണ്ടത് അഭിനയിച്ച് പഠിപ്പിച്ചിട്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. മറിച്ച് ഒരു ക്യാരക്ടർ കൈ വരുമ്പോൾ അതിനെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം എന്ന് ഉള്ളൊരു കാര്യം അത് അയാളുടെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. തീർച്ചയായും മനസ്സിലായോ? അപ്പൊ അവിടെയാണ് അതിന്റെ ഒരു കട്ട്സ് ഇരിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള സാധനം. അല്ല കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞില്ല, അത് എന്തുകൊണ്ടാണ് ജഗതി ചേട്ടനൊക്കെ ഇത്രയും ഇപ്പോഴും ആരാധിക്കുന്നത്? അദ്ദേഹം പല വെറൈറ്റി ഫേസോടുകൂടിയാണ് വരുന്നത്, പല രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ചെയ്തേക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ഞാനൊരു സ്റ്റേജ് പങ്കിട്ടപ്പോഴത്തേക്കിനും അദ്ദേഹം ഒരു 10 പേരുടെ നടത്തം കാണിക്കുന്നു സ്റ്റേജിൽ. 10 ടൈപ്പ് ആൾക്കാർ നടക്കുന്ന കാണിക്കുന്നു. നമ്മൾ ശരിയാണ്, ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്. അത് ഒബ്സർവേഷനാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടന്ന് ഓരോ ക്യാരക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നിടത്താണ് ആ കാര്യം. അങ്ങനെ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു ഈ ബൈജു. അതെ, ഞാൻ പറയില്ല, അന്ന് നമുക്കെന്തോ ബൈച്ചേട്ടനോടൊരു ഇഷ്ടം കൂടിയത് അത് കള്ളുകൂടി. ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ ഈ പറഞ്ഞില്ലേ ഒബ്സർവേഷനിൽ പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ ഒരാളെ പോലെയായിരുന്നു ബൈച്ചേട്ടൻ. നമ്മുടെ അപ്പുറത്തുള്ള ഒരാൾ ഇതുപോലെ കുടിച്ചിട്ട് വന്നിട്ട് ഈ പേക്കൂത്ത, പക്ഷെ നമുക്കെന്തോ അയാളോടൊരു ഇഷ്ടം തോന്നി, ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു കുടിയനായിരുന്നു. അതെന്താണാവോ, അത് എനിക്ക് ഇപ്പോഴും അറിയാം. ആ ക്യാരക്ടറിനെ തല്ലുമ്പോ പോലും നമുക്ക് ദേഷ്യം വരുന്നത്. ഞാനത് സ്റ്റേജ് ക്ലിപ്പ് വെച്ചോട്ടെ, കാലം വെച്ചോട്ടെ, അത് സ്വതന്ത്രമായിട്ട് അവൾ ഞാനത് സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച കാര്യമുണ്ട്. അതായത് നമ്മളെ തല്ലുമ്പോൾ വെളിയിലിരുന്ന ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മളിത് ചെയ്തിട്ട് അത് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രശാന്തേട്ടൻ അത് ചെയ്യുമ്പോൾ അത് എത്രമാത്രം ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള സാധനം, എത്രമാത്രം ആൾക്കാർക്കൊരു എന്നാ പറയുക പ്രതികരിക്കാനുള്ളൊരു ശക്തി ഉണ്ടാക്കുന്നത്, അത് ആ ക്യാരക്ടറിനോട് നമുക്ക് ഇഷ്ടമാണ്. തീർച്ചയായും ചേട്ടാ, ഞാനേ ശരിക്കും പറഞ്ഞ ഈ ഇന്റർവ്യൂല് മോള് ഭയങ്കര ഡിസ്റ്റർബഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഫാമിലി ആയിട്ട് പറയാൻ പറയുന്നത് കാരണം നിങ്ങൾക്കൊരു 18 വയസ്സൊരു മോളുണ്ടെന്നും നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിട്ട്. ആ വലിയ മനുഷ്യൻ ഞാൻ കളിയാക്കി പറഞ്ഞല്ല, ചേട്ടൻ ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട്, ചേട്ടൻ പഴയ പോലത്തെ ആളല്ല, ചുള്ളനല്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട്. അതല്ല, എനിക്കെന്തോ പരിചയപ്പെടണം എന്നുണ്ടായിരുന്നു സത്യമായിട്ട്. അജീഷ് കോട്ടയം ഞാൻ പലയിടത്തുനിന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യം കേട്ടോ, പലയിടത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അജീഷ് ചേട്ടൻ ഇച്ചിരി അഹങ്കാരിയാണെന്ന്.
ഇനിയിപ്പോ ഞാൻ എന്നെ എഴുതാൻ പറ്റുമോ ഞാനിങ്ങനെ ഞാൻ അഹങ്കാരിയായിട്ടല്ല അല്ല ഏട്ടാ അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞതല്ലേ അഹങ്കാരി എന്ന് പറയാൻ ആ ചേട്ടൻ അജീഷ് ചേട്ടൻ അറിയുന്നു ഓ അവനാ കോട്ടയം അവൻ ഭയങ്കര അഹങ്കാരം അതായത് നമ്മളെ അങ്ങോട്ട് ഇങ്ങ് ഇടുത്തി താഴ്ത്തിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണോ അപ്പോഴാണ് നമുക്കിങ്ങനെ ഇന്റർവ്യൂവിന്റെ കാര്യം വന്നപ്പോ ഞാൻ ചോദിച്ചു ആ ചേട്ടൻ എനിക്കൊക്കെ തരുമോ എനിക്കൊരു ടെൻഷനായി അജീഷ് ചേട്ടൻ എന്നോടാണ് മനോജ് ചേട്ടൻ എന്നോട് ചോദിക്കുമ്പോ എനിക്കൊരു ടെൻഷൻ നീ എനിക്ക് തരുമോ നീ ജാടയിട്ട എനിക്ക് നിങ്ങളുടെ അപ്പുറത്തെ ജാടയാ ഞാൻ ചമ്മി പോകത്തില്ല അപ്പൊ എന്റെ ഈഗോ സമ്മതിച്ചില്ല വിളിക്കാൻ and ഞാൻ വേണ്ടാന്ന് വെച്ചു പിന്നെ ഞാൻ ആലോചിച്ചില്ല എനിക്ക് ആ ബൈച്ചേട്ടന്റെ ഒരു നിങ്ങളോട് എനിക്ക് അത്ര ഇഷ്ടമുണ്ട് മനസ്സിലായി ബൈച്ചേട്ടൻ ഞാൻ അത് മാത്രമല്ല ഒരു കലാകാരൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നിൽക്കണം അത് എനിക്കറിയാം ഒട്ടുമിക്ക കലാകാരന്മാരും സ്ട്രഗിൾ ചെയ്താ നിൽക്കണം ഇഷ്ടം പോലെ ഇപ്പം ലാസ്റ്റ് ടൈം അല്ല ബൈച്ചേട്ടൻ നമ്മുടെ പ്രശാന്ത് ഏട്ടൻ തന്നെ എനിക്കൊരു ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തരാന്നാണ് പറയുന്നത് അതായത് അവർക്കൊരു നെക്സ്റ്റ് വരുമാനം വേണ്ടേ അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചില്ല എന്താണെങ്കിലും എന്റെ ചാനലിൽ ചേട്ടനെ ഒന്നുകൂടെ കൊണ്ടുവരണം മറന്നുപോയ കുറെ മനുഷ്യരുണ്ടാവും അതായത് നിങ്ങളെന്നല്ല നിങ്ങളെ മൈൻഡിലുണ്ടാവും നിങ്ങൾ ഇപ്പൊ അയ്യപ്പ ബൈജു എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ മൈൻഡിൽ ആ കള്ളി മുണ്ടും ആ റോസ് ഉടുപ്പും റോസ് ഒരു ക്രീം കളർ ഒരു റോസാണ് വെള്ളം നനച്ച് വേറെ കളറാകുമ്പോ അതിന്റെ ഒറിജിനൽ ഷർട്ട് എടുത്ത് അത് വേറെ കളറായിരുന്നു പിന്നെ അവസാനം ഈ വെള്ളം ഒഴിച്ച് ഞാൻ നോക്കുമ്പോ അതിന് വേറൊരു കളറായി വരുന്നു പക്ഷെ കള്ളിമുണ്ട് ഇപ്പോഴും എന്റെ അമ്മൂമ്മയ്ക്ക് ആ കള്ളിമുണ്ടായിരുന്നു അമ്മൂമ്മമാരൊക്കെ എടുക്കുന്ന ഒരു കള്ളിമുണ്ടല്ലേ അപ്പൊ മോൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടിരിക്കുന്നുണ്ട് പ്രശ്നമുണ്ടോ കുഴപ്പമൊന്നുമില്ല ചേട്ടാ കല്യാണം ബാക്കി പറ കല്യാണം നിങ്ങൾ ആലോചിച്ചു തന്നു കല്യാണം കഴിച്ചോണ്ട് പോകുന്നു പ്രണയിച്ചല്ലോ അല്ലേ അല്ല വീട്ടിൽ ആലോചിച്ചിട്ട് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നു ചേച്ചി ഞാനിപ്പോ സലൂണിൽ വർക്ക് ചെയ്യാം യൂണിസെക്സ് മുടി കുറുക്കര ചേച്ചി ഡാൻസ് ഒന്നും നോക്കിയില്ല ഡാൻസ് ഒക്കെ അറിയാം പിന്നെന്താ ട്രൈ ചെയ്തുകൂടെ ഇപ്പൊ ഇതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത് പഠിക്കാൻ പോകാന്നൊക്കെ ഇതായിരുന്നു പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു അത് ഈ 4 ചുവരിനകത്തിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു റിലാക്സേഷൻ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഓൾറെഡി ഇവള് ബ്യൂട്ടീഷ്യൻ പഠിച്ചതാണ് അങ്ങനെ കല്യാണത്തിന് മുമ്പ് തന്നെ പഠിച്ചു വെച്ചിരുന്നു അപ്പൊ അന്നേരം പോകാനുള്ളൊരു സാഹചര്യമില്ലായിരുന്നു കാരണം മൂത്തവളുണ്ടായി അത് കഴിഞ്ഞ് കല്യാണത്തിന് മുന്നെയോ അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഹലോ കുട്ടി വിഷയത്തിൽ നിന്ന് പോകുന്നു തിരിച്ചു വരട്ടെ അല്ല ചേച്ചി അങ്ങനെയല്ലേ ചേച്ചി കഥ പറഞ്ഞേ അല്ല ഞാൻ പറഞ്ഞു ഇച്ചിരി ചുറ്റിപ്പോയത് അതായത് ഞാൻ ചോദിക്കത്തില്ല ഇത് പ്രേക്ഷകർ ചോദിക്കാം അപ്പൊ അതിന് മുന്നേ ഞാൻ ചോദിക്കണല്ലോ ഞാൻ അത്ര ബോധത്തോടെ വിജിലന്റ് ആയിട്ടിരിക്കണം അതാണ് ഞാൻ ഏതിനെയാണ് ഇതിനെ പിടിച്ചതല്ലേ പറ എനിക്ക് ഒന്നാമത് ശരണ വിളിച്ചപ്പോ തൊട്ട് ഞാൻ പേടിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഇന്നലെ പറഞ്ഞു എന്ത് ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ചോദ്യങ്ങൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചു ചിലപ്പോ കുശുമ്പും കുഞ്ഞായ്മയും കുടുംബകാര്യം അല്ലാതെ ഞാൻ എന്നെ ചോദിക്കുന്ന സാധനം ചെറിയ സാധനം അല്ല നമ്മൾ ഓരോരുത്തരെയും നമുക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത് എന്റെ ബാല്യവും എന്റെ ഒപ്പം ഉള്ള ആളുകളുടെ കാര്യങ്ങൾ ഓർക്കുകയും അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാണ്ടായിരിക്കും അത് ആ സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഞങ്ങൾ അത് കാണുമ്പോൾ ഞങ്ങളുടെ ഒരു ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ വേറെ ഒന്നും എനിക്കില്ല പിന്നെ പ്രണയവും കല്യാണം കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ പ്രണയം കല്യാണം കുട്ടികൾ പോരട്ടെ അവൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ആ സമയം ഇല്ല അവിടെ അപ്പം അത് കഴിഞ്ഞപ്പോ പിന്നെ കുട്ടികളെ ആയപ്പോഴത്തേന് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു ജോലിക്ക് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഇവളുണ്ടായി ഇവള് ഡൗൺ സിൻഡ്രോം ബേബി ആയിരുന്നു പിന്നെ അതിന്റെ പുറകെ ഞങ്ങൾ ഇവിടെ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോയി അപ്പൊ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്ത് പോകാനുള്ളൊരു എനിക്ക് ജോലി എൻ്റെതായ ജോലിക്ക് പോകുമ്പോഴത്തേക്കിനും വീട്ടിൽ ഇവരെ നോക്കാനായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും രണ്ടുപേരും ഒരേപോലെ 2-3 വയസ്സിന് വ്യത്യാസവും അപ്പം രണ്ടുപേരെയും നോക്കാനായിട്ട് അവളങ്ങ് നിന്നതാണ് അപ്പൊ പിള്ളേർ വളർന്നു മൂത്തവർക്ക് ഫ്രീ ആകാൻ തുടങ്ങി ഇവളും തന്നെത്താനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ജോലിക്ക് പോകണം പറഞ്ഞാൽ അവളുടേതായ ഒരു ലോകത്ത് നിൽക്കുക എനിക്കറിയില്ലായിരുന്നു കേട്ടോ കുട്ടി ഡൗൺ സിൻഡ്രോം ആയിരുന്നു അപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കണ്ടത് അപ്പൊ എനിക്ക് എന്നെ പറയണ്ടെന്ന് അറിയില്ലായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കാറില്ല അല്ല ചേട്ടൻ എന്നെ വിളിച്ചപ്പോ മൂത്ത കുട്ടിയില്ല ഇളയ കുട്ടിയുണ്ട് അപ്പം പനിയായതുകൊണ്ട് വിടുന്നില്ല അപ്പൊ എനിക്ക് എന്നതാ പറയണ്ടേന്ന് അറിയില്ല ഞാൻ
ഞാനങ്ങനെ സ്റ്റക്കായി. ആ. കാരണം ഞാൻ ചോദിക്കാൻ വന്നത് ഞാൻ കുഞ്ഞിനെ കൂടി ഇരുത്താൻ പറഞ്ഞത് നിങ്ങളുടെ കുടുംബവിശേഷം പ്രേക്ഷകന് കേൾക്കാനുള്ള ഒരു സന്തോഷം. അജീഷ് കോട്ടയത്തിന്റെ പ്രേക്ഷകൻ അറിയേണ്ട കുടുംബവിശേഷത്തിലേക്കാണ് ഞാൻ ശരിക്കും. കുട്ടി അല്ലെങ്കിൽ ഡ്രാമ സെന്റർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ പോലും ഞാൻ കൊണ്ടുവരാൻ ഞാൻ പറയില്ലായിരുന്നു. കാരണം എനിക്കെന്തോ ഒരു ഭയങ്കര വിഷമം. നമുക്ക് അങ്ങനെ അവളെ മാറ്റി നിർത്തിയിട്ടില്ല ഇവിടെ ഒരു സ്ഥലത്തും. കാരണം വെച്ചാൽ അവള് ജനിച്ച ടൈം തൊട്ട് അവൾക്ക് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു ഞങ്ങളെ. അത് ഒരു എന്നാ പറഞ്ഞ അവളെ ഒന്ന് എങ്ങനെയും പിക്കപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഭയങ്കര മൈൻഡ്. ഞാൻ തന്നെ എത്ര പേർക്ക് ഇത് കൊടുത്തെന്നറിയാം, പിള്ളേരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, സ്കൂളുകളിൽ കൊണ്ടുപോകണം, അവർക്ക് സ്പീച്ച് തെറാപ്പി, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി. പലർക്കും നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ പറയുന്നില്ലേ, അവൾ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അവർക്ക് എന്താണ് അവിടെ ഇഷ്യൂ എന്നുള്ളതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ടെന്ന് അറിയാം. അവരെ വെച്ച് നോക്കുമ്പോൾ അവള് ഫാർ ബെറ്റർ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ആന്റണി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിരുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് വെച്ചാൽ അവള് കറക്റ്റ് മറുപടി പറയും. കുഞ്ഞിലെ വാക്കുകൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഡിഫിക്കൽട്ട്. കുഞ്ഞുണ്ടായപ്പോഴേ എങ്ങനെയായിരുന്നു അതോ? അതെ, ഉണ്ടായപ്പോ തന്നെ അങ്ങനെയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ചേട്ടാ അത് ഇത്രയും, അതായത് സാധാരണക്കാരനാണ് നമ്മ കൂടെ, ഈ എന്താ പറയാ, ഒരു കുടുംബവും 2 കുഞ്ഞുങ്ങള്, എങ്ങനെ ആ സമയമൊക്കെ ഇങ്ങനെ തരണം ചെയ്തു? അതൊക്കെ തരണം ചെയ്തു. തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. ഓൾറെഡി ഇത് ഇവള് ജനിച്ചു കഴിഞ്ഞപ്പോ തന്നെ, ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ആദ്യം ഒരു 6 മാസം ഇവളൊന്ന് ആയിക്കഴിഞ്ഞിട്ട് പയ്യെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ആദർശ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ട് നമ്മുടെ എറണാകുളത്ത്. അപ്പൊ അവിടെ ഒരു പ്രോഗ്രാം, ഒരു ഓണം പ്രോഗ്രാം, അവിടെ പിള്ളേരെ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷോ വെച്ചാൽ മതി. ഇപ്പൊ പാട്ടും നമ്മുടെ സ്കിറ്റും എല്ലാം ആയിട്ട് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അവര് നല്ല. അപ്പൊ അങ്ങനെ ഒരു ഷൂട്ട് അവിടെ പോലെ വെച്ചു. അപ്പൊ ആ വെച്ചപ്പോഴത്തേക്കിനും അന്നൊരു ഡോക്ടറെ ഞാൻ വിളിച്ചു, സന്തോഷ് ഡോക്ടർ അല്ലേ, സന്തോഷ് ഡോക്ടർ. ആ ഡോക്ടറെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. എത്ര മാസമായി വെച്ചു? 6 മാസമായി. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യും, കൊച്ചിനെ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഇവരുടെ ഒരു കിഡ്നിക്ക് വലിപ്പക്കുറവ്, ഒരു കിഡ്നിക്ക് നോർമൽ കണ്ടീഷനും മറ്റത് ചെറുതുമായിരുന്നു. പിന്നെ ഹൃദയത്തിലോട്ടുള്ള ഞരമ്പുകളിൽ ഒരു ഹോളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ആ ടൈമിൽ ഇന്നത്തെ പോലെ അല്ല, ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് വണ്ടിയും കാറും ഒന്നും നമുക്ക് അന്നില്ല. അന്ന് ഞാനൊരു ഇവിടെ വൈജു ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ടാക്സി പിടിക്കും, ഇവിടുന്ന് ഞാൻ എറണാകുളം പോകും, എറണാകുളത്ത് ചെല്ലും, അവളുടെ ട്രീറ്റ്മെന്റ് ഒരു ദിവസം ഫുള്ള് ചെയ്യും. പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ഇവിടെ പഠിപ്പിക്കും. അവർ ഡോക്ടർ പഠിപ്പിച്ചു, നിങ്ങളിങ്ങനെ എപ്പോഴും വരണ്ട, നിങ്ങൾക്ക് ഇത്ര സാമ്പത്തികമായിട്ട് ഇപ്പൊ ഒരു മാസത്തിൽ 2 തവണ 3 തവണ ചിലപ്പോൾ പോകേണ്ടി വരിക. അപ്പോൾ അവസാനം ഡോക്ടർ തന്നെ പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോളാം, വൈഫിനെ പഠിപ്പിച്ചു കൊടുത്തോളാം, വൈഫ് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളാണ് മൊത്തം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല, ഇപ്പം അവൾ ഒരു നോർമൽ കണ്ടീഷനിൽ നിൽക്കുന്നു. സ്കൂളിൽ പോകുന്നുണ്ട്, സാൻ ജോസ് വിദ്യാലയം അല്ലേ? സാൻ ജോസ് എന്താ സാൻ ജോസ് വിദ്യാലയം എത്ര രാവിലെ പോകും. സ്കൂളിൽ ക്ലാസ് അല്ല, ടേം പോലെ പോകും. കൂട്ടുകാരൊക്കെ ആരാ? കൂട്ടുകാരന്റെ പേര് പറ. റൂബൻ. ബെസ്റ്റ് ഫ്രണ്ട് ആണോ? കുഞ്ഞ് പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിത്തരുവോ? കട്ടോക്ക വീട് കച്ചക്കുന്നുണ്ട്, കട്ടോക്ക വീട് ഓരോ സിനിമയുണ്ട്. അപ്പൊ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് പാടാറുണ്ട്. ഏതാണത്? പച്ച കുത്തിക്കിന ഉന്നോട പേര് നീല കുച്ചേണ്ടി 10,000 പേര് உன்னோட இருக்கணும், உலகத்தை மறக்கணும், என்னோட குழந்தவோ வயத்தில பிறக்கணும். ஆங்கடலு மேல மிதக்கிற நீ ஆகாயத்தில பறக்கிற, ஆங்கடலு மேல மிதக்கிற நீ ஆகாயத்தில பறக்கிற.
ഈ പാട്ട് അതുകൊണ്ട് പാടും. പക്ഷെ നന്നായിട്ട് ചേട്ടന് പാട്ട് ഞാൻ പാടിക്കണം എന്നുണ്ടായിരുന്നു, അതിന് മുന്നേ തന്നെ പാടി തന്നു. കുഞ്ഞു പാടി പാടി തന്നെയാന്ന് മനസ്സിലാക്കാൻ അല്ലല്ല ഈ പാട്ട് വൈറലാ ഭയങ്കര. എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ പാട്ട് ആ പാട്ട് അതല്ലേ. കുഞ്ഞു വേറെ നാടൻ പാട്ടൊക്കെ പാടുവോ? നാടൻ പാട്ട് പഠിക്കും. പറഞ്ഞു കൊടുക്കാം, എന്തായാലും കൊടുത്തോളാം. അച്ഛനും മോളും കൂടെ പാടിയോ? കട്ടോല അച്ഛനും മോളും കൂടെ പാടി. കൊട്ടവച്ച കട്ടോല കുട്ടപ്പൊച്ച എപ്പോഴും നിന്റെ കാതുകുത്തി കൈതോല ചൊത്തിപ്പോ കടച്ചില് മാറിയോടി പൊന്നെ, ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ നീ പെണ്ണേ, ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ നീ പെണ്ണേ. ലവ് യു. കുഞ്ഞിന് വേണ്ടി ഞാൻ പാടിയതാണ് ആ വരി കേട്ടോ. ഇപ്പൊ കാണാൻ നല്ല ചന്തമാണെന്ന് കേട്ടോ. ആന്റിക്ക് പാടാന്ന് അറിയത്തില്ലെങ്കിൽ അതൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു പാടാൻ? ഇനി ഒന്നുകൂടെ പൊക്ക്. അന്നാ കഞ്ഞി കുടിച്ചൊക്കെ പൊക്കോട്ടെ. കഞ്ഞി അല്ലെങ്കിൽ ബിരിയാണി അതിലൊക്കെ കഴിച്ചൊക്കെ പോട്ടെ. എന്തായാലും കഞ്ഞി കുടിക്കണമെന്നല്ല, ബിരിയാണി കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നോക്കണ്ട, ഈ കസേര നികന്ന് ചേച്ചി. അത് ജന്മന നമുക്ക് കിട്ടുന്ന ബോഡി കിട്ടുന്ന ആ സാധനം. ജന്മന ബോഡി കിട്ടുന്നത്. നിങ്ങൾ എന്താ ഇത്ര മെലിഞ്ഞു പോയത് ചേട്ടാ? അത് കോവിഡ് വന്ന ശേഷം ഇച്ചിരി പണിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ തന്നെ ഒന്ന് കുറച്ചൊക്കെ കൺട്രോളിംഗ് ഒക്കെ ചെയ്തു. പക്ഷെ നിങ്ങളെ കണ്ട ഷുഗർ പേഷ്യന്റിനെ പോലെ എല്ലാരും അതാ ചോദിക്കുന്നത്. ഒരു ദിവസം ഞാനൊരു അല്ല, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴും ആലോചിച്ച് ഇതാ, കാരണം ഷുഗർ വരുമ്പോഴാണ് ഇപ്പൊ ആൾക്കാരെല്ലാം അങ്ങ് മെലിയുന്നേ. ഇതിലും ചോദിക്കും, അജീഷേട്ടാ എന്ത് പറ്റി, ഷുഗർ ആണോ? എങ്ങനെ ഷുഗറിന്റെ പരസ്യക്കാരാണ്. ജീവിതത്തിന്റെ ഓട്ടങ്ങളും സ്ട്രഗിളിങ്ങും, അതായത് ഒരു കോവിഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്ട്രഗിളിംഗ് ടൈം ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്രോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പൊ മെന്റലി ഉണ്ടാകുന്ന ടെൻഷൻ വേറെ ഉണ്ട്. അതുകൂടെയൊക്കെ ആകുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ ഒന്ന് ഇച്ചിരി കുറഞ്ഞതാണ്. കാരണം ഞങ്ങൾ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത് അത് ഒരു 6 മാസം നമ്മൾ നിർത്തേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ടൊക്കെ ഇങ്ങനെ അല്ലേ. ഇനിയിപ്പോ ചേട്ടന്റെ പുതിയ പടം ജയരാജേട്ടനായിട്ടുള്ള ത്രൂ ഔട്ട്, ജയരാജ് സാറിന്റെ പുതിയൊരു പടമുണ്ട്. അല്ലാണ്ട് എപ്പോഴും പുതിയ ഏതൊക്കെയുണ്ട് പടങ്ങള്? ഇനിയിപ്പോ വരാനിരിക്കുന്നത് എന്റെ സുഹൃത്ത് ദിലീപ് DK എന്നാണ് അവൻ അറിയപ്പെടുന്നത്. അവൻ ചെയ്യുന്നൊരു സിനിമ, എന്റെ പൂജയെല്ലാം കഴിഞ്ഞു. താടിയും മുടിയും എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ സിനിമ എന്തോ ഒരു വെറൈറ്റി ടൈപ്പിലുള്ള സാധനമാണ്. അപ്പൊ അതിനകത്തൊരു ലൈൻമാന്റെ ക്യാരക്ടറാണ് എനിക്ക് പറഞ്ഞു വെച്ചേക്കുന്നത്. അവിടെ ചെന്നപ്പോ അറിയാൻ സാധിച്ച സാധനമാണ്. അപ്പൊ അതിങ്ങനെ കാര്യങ്ങൾ അതിന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കും. കുഞ്ഞു മിമിക്രി ഒക്കെ ചെയ്യോ ചേട്ടനെ? ചേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ടോ? സ്പോട്ടിലല്ലേ, എന്ത് പറഞ്ഞാലും സ്പോട്ടിൽ ചെയ്യുന്നുണ്ട്. ക്യൂടെക്സ് നെയില് സൂപ്പറാണേ. എന്താ പറഞ്ഞേ? ആ സൂപ്പറാ, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു, വെൽക്കം. ഓക്കെ. അല്ല അച്ഛൻ, ഞാൻ പറഞ്ഞത് നമ്മള് പറയും മൂത്ത മോള് ഇങ്ങനെ ഡാൻസ് പാട്ട് കിടക്കനായിട്ട് ശരി, ഡാൻസ് രണ്ടും ഡാൻസ് പാട്ടൊക്കെ പാടുവോ? ഇല്ല. മിമിക്രി പറഞ്ഞാൽ ഉറക്കുന്നേ? ഒന്നും പറഞ്ഞു ഉറക്കാറില്ലേ? എന്തോ എനിക്ക് കൊച്ചു വരെ പറയുന്നു. ഞങ്ങളെ ഒന്ന് നിർബന്ധിക്കണ്ട മോനെ, നമ്മളിങ്ങനെ ചുമ്മാ വെച്ചാ പാടുന്ന ടീംസാ വെറുതെ. ചേട്ടാ, ഞാൻ എന്റെ ഒരു വലിയ ഡൗട്ടല്ല, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാനാണ്, അല്ലെങ്കിൽ നമ്മുടെ കലയിലൂടെ നമ്മൾ എന്തെങ്കിലും ആവണം എന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കല നമുക്കൊരു ഉപജീവനം. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ പഠിച്ചത് ഇതാ, എനിക്ക് ഇതിൽ എന്തെങ്കിലും ആവണം എന്ന് ഭയങ്കര നിർബന്ധം. ഞാൻ അതിനുവേണ്ടി മാത്രമേ 10-12 വർഷം പണിയെടുത്തത്. ഞാൻ പഠിച്ചതൊക്കെ KE കോളേജില്, MG യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പൊ എല്ലാവരും എന്നോട് പറയും, ഇതല്ലാണ്ട് വേറെ പണിയെടുക്കരുത്, സർക്കാർ ജോലി മേടിച്ചു. പക്ഷെ അതല്ല, എനിക്ക് ഇതാണ് ഇഷ്ടം, അത് ഞാൻ പിടിച്ചു. അപ്പൊ ചേട്ടൻ ഇപ്പൊ കല ചെറുതിലെ
കലയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, കലയിൽ തന്നെ പിടിച്ചു നിൽക്കണം. കാരണം ഒരുപാട് പ്രാവശ്യം വീണു പോയിട്ടുണ്ട്, പ്രോഗ്രാമില്ലാണ്ട് പഴയതില്ലാണ്ട്. അപ്പൊ ഇപ്പോഴും കലയിലേക്ക് നിൽക്കുന്നത് എങ്ങനെയാണ് ചേട്ടാ? ഈ സസ്റ്റെയിൻ ചെയ്തു പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ സുഹൃത്തുക്കളിലെ സൗഹൃദപരങ്ങൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്, അത് നമ്മൾ എന്നാ പറയുന്നത്, നമ്മുടെ കലയെ ഏറ്റവും റീഫ്രഷ് ആക്കുക, നമ്മുടെ കയ്യിലുള്ള കഴിവിനെ ഇങ്ങനെ റീഫ്രഷ് ആക്കി വെച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു മൂല്യം ഉണ്ടാവും. അത് നമ്മുടെ സുഹൃത്തുക്കളെ അവനെ പഴയ ഐറ്റം തന്നെ കളിക്കുന്നത്, വിളിക്കണ്ട എന്ന് പറയുന്നിടത്ത് നമ്മളൊരു വർക്ക് ചെയ്യും, ഒരു റീവർക്ക് ചെയ്യും. ആ റീവർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അവനിപ്പോൾ കളിക്കുന്ന സാധനം കൊള്ളാൻ കേട്ടോ, വിളിക്കാം, അവനൊരു ഓപ്പർച്യൂണിറ്റി. അതായത് അവരതൊരു അവസരം നമുക്ക് തരുമ്പോൾ നമ്മുടെ വരുമാനമാണ്. അപ്പൊ അങ്ങനെ റീഫ്രഷ് ചെയ്തോണ്ടിരിക്കും എന്തെങ്കിലും. ചേട്ടാ ഇപ്പൊ സ്റ്റേജ് ഷോസ് ഒക്കെ വിദേശത്തുണ്ടോ? ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ അയർലൻഡിൽ പോയിട്ട് വന്നു. അയർലൻഡിൽ പോയിട്ട് അയർലൻഡിൽ നമ്മുടെ നല്ല പക്രച്ചേട്ടൻ്റെ ഒപ്പം ഷോ. പക്രച്ചേട്ടന്റെ പുതിയൊരു പടം വന്നല്ലോ 916 കുഞ്ഞുട്ട്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ധന്യ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പറയണത്, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നമ്മളൊക്കെ കണ്ടിരുന്ന കാലം ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ വരുന്നു. ഇപ്പം മഹേഷ് കുഞ്ഞുമോനാണെന്ന് തോന്നുന്നു അതിനുശേഷം എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരാള്, എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്, ഞാൻ എന്റെ കാര്യം ഞാൻ കോട്ടയം നസീർക്കയ്ക്ക് ശേഷം അത്ഭുതത്തോടു കൂടി കണ്ട ഒരാളാണ്. കാരണം നസീർക്കയെ കാണാൻ വേണ്ടി ഞാൻ സൈക്കിൾ ഓട്ടിക്കൊണ്ടു നാമ്പുറത്ത്. അതുപോലെ ഞാൻ കാണാൻ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരാളാണ് മഹേഷ് കുഞ്ഞുമോൻ. കാരണം അവൻ എക്സ്ട്രായാണ്, ഒരു രക്ഷയില്ല. അതായത് സ്പോട്ടിൽ ഇപ്പൊ കണ്ട് ഇപ്പൊ എന്നോട് സംസാരിച്ചവൻ അടുത്ത സെക്കൻഡ് എന്റെ വോയിസ്, കാരണം അത്ര ഫ്ലെക്സിബിൾ ആയാത്തോണ്ട. അത് അവന്റെ കഴിവ് തന്നെ പറയാതിരിക്കുന്നത്. സത്യം സത്യം. എന്നുവെച്ചാൽ മഹേഷ് കുഞ്ഞുമോനാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത അല്ലെങ്കിൽ ഫീൽ ചെയ്ത ഒരു കലാകാരൻ എന്ന് പറയുന്നത്. മിമിക്രി ചെയ്യുമ്പോൾ ആദ്യമേ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്നത്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റീഫ്രഷ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴെങ്കിലും ഇത് നല്ല മടുത്ത് ഞാനിനി ഇല്ല എന്നൊരു ഉൾവിളി വന്നിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം സ്ട്രഗ്ലിങ് വരുന്ന ടൈമില്ലേ, ആ ടൈമിൽ ഇത് നിർത്തി മറ്റെന്തെങ്കിലും ജോലിക്ക് പോയാൽ എൻ്റെ കുടുംബം എനിക്ക് പോറ്റാൻ പറ്റുമല്ലോ, കുറച്ചുകൂടെ, അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ ഒരു മാസം കിട്ടുക, ഒരു ശമ്പളം കിട്ടുക എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ പോയ സമയത്ത് അവിടെ നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരെ എനിക്ക് ഉണ്ടായിട്ട് പോലും ഞാൻ അവസാനം, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരെ ഉണ്ടായിട്ട് പോലും ഞാൻ നിൽക്കാതെ ഇങ്ങ് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത് പുറത്തെവിടെയും പോയി ജോലി ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെ കുറേ പേരൊക്കെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തതാണ്. അവരെല്ലാം പറഞ്ഞിടാ നീ ഇങ്ങനെ പുറത്തു വന്ന് ജോലി ചെയ്യേണ്ട ഒരാളല്ല, നീ അവിടെ നിൽക്കും, നിനക്കൊരു ഭാവിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവരിതൊക്കെ തരുന്ന ഒരു എന്നാ പറയുക, ഒരു ബലമുണ്ടല്ലോ. ശരിക്കും അതൊരു ഭയങ്കര സംഭവം. ആ സമയത്ത് നമ്മൾ അവരോടത് പറയും, അവർ നമ്മളോട് തിരിച്ച് എടാ നീ നിനക്കൊരു ഭാവിയുണ്ട്, നീ അവിടെ നിൽക്കും, നീ അങ്ങനെ വരേണ്ട ഒരാളല്ല, ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട ഒരാളല്ല, ആരും ഇനിയും ഇങ്ങനെ അങ്ങ് മൂടപ്പെട്ട് പോകേണ്ട ഒരാളല്ല, നീ ചെയ്യണം, നീ അതിൻ്റെ വർക്ക് തുറന്നുകൊണ്ടിരിക്കും, നിനക്ക് വരും എന്ന് പറഞ്ഞ് നിർത്തുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിന്നത്. ചേച്ചി ഇപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചൊരു ചോദ്യം തന്നെ, നമ്മുടെ എല്ലാവരുടെയും, നമ്മളൊരു സ്ത്രീയാണ്, നമ്മൾക്ക് ഒരു കുടുംബം പോറ്റാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഇവര് ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ബാലൻസ് ചെയ്യുന്നത് നമ്മളാണ്, എപ്പോഴും സ്ത്രീകളാണ് ബാലൻസ് ചെയ്യുന്നത്. പുരുഷന്മാർ ബാലൻസ് ചെയ്യുന്ന വീടുകളും ഉണ്ട്, ഇല്ലാന്നല്ല, മോസ്റ്റ് ഓഫ് ദ കേസ് സ്ത്രീകളാണ്. കാരണം കൈകാര്യം ചെയ്യാൻ നമുക്കാണ് അറിയാവുന്നത് എല്ലാത്തിന്റെ അളവ്. മനസ്സിലായോ? ഒരു സ്പൂണിന് പഞ്ചസാര തീർന്നിട്ട് അടുത്തതിലേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എത്ര സ്പൂൺ ഇട്ടാലാണ് അടുത്തൊരു 4 പേർക്ക് കൊടുക്കാന്നുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ചേട്ടൻ ഈ ജോലി മിമിക്രി ഒക്കെ ആയിട്ട് വയ്ക്കുമ്പോൾ നമുക്കാണെങ്കിലും ഇങ്ങനെ ഒരു ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ വരാറില്ല. ആ വരുമ്പോ പോലും ഇല്ല ചേട്ടൻ നിന്നോ എന്ന എങ്ങനെയായിരുന്നു ചേച്ചി ആ സമയങ്ങളെ ചേച്ചി നോക്കിയത്? ഒരു ഡൗൺ വരൂലേ? അത് മാനേജ് ചെയ്ത് പോകും. എനിക്ക് പക്ഷെ ചേട്ടായി വേറൊരു ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല, ഈ ഒരു ഫീൽഡിൽ പോകുന്നതാണ് താല്പര്യം. നമ്മളത് മാനേജ് ചെയ്ത് പോകും. അങ്ങനെ വലിയ ചേട്ടായിക്ക് ടെൻഷനുണ്ട്, എന്ത് ചെയ്യും. അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല, അത് പൊക്കോളും, അങ്ങനെ എപ്പോഴും ഉണ്ടാവാറുള്ളതല്ലേ. അപ്പൊ എന്നോട് ഇങ്ങനെ പറയും വേറെ എന്തിനേലും പോയാലോ, ഞാൻ പറയും വേണ്ട, ഇതിന് മാത്രം പോയാൽ മതി. അല്ല നമ്മളെപ്പോഴും അത് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂടെ വളർന്നവരൊക്കെ വലിയ സ്റ്റേജിലെത്തുകയും നമ്മളിപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 100 ആകാശം എവിടെന്നെങ്കിലും ചോദിക്കേണ്ടി വരുമ്പോൾ നമുക്കൊരു സ്വാഭാവിക ഒരു വിഷമം ഉണ്ടാവും. കല നമുക്കൊന്നും തന്നില്ലല്ലോ അല്ലെങ്കിൽ. പക്ഷെ ഞാൻ പറയാം, കലയിലൂടെ മാത്രമാണ് അജീഷ് കോട്ട അറിയപ്പെടുന്നത്.
അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മൂലയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ആ. ആരും അറിയപ്പെടാത്ത ഒരാളായിട്ട് ആ. നമ്മുടെ ചുറ്റുമുള്ള 10 പേര് അറിയുന്ന ഒരാളായിട്ട് മാറേണ്ട ഒരു തീർച്ചയായും. ആളായിരുന്നു. അതാ. പിന്നെ ഒരു കല നമ്മൾ കയ്യിലുള്ളതുകൊണ്ടും അങ്ങനെ നമ്മൾ പോയതുകൊണ്ടും മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ദൈവം തന്നെ. തീർച്ചയായും തീർച്ചയായും. അല്ല ചേട്ടനൊക്കെ ഇത് കുഞ്ഞു ക്യാമറ, ഞങ്ങളൊക്കെ വലിയ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നവരല്ലേ. എല്ലാം ഒരു സമയമല്ലേ. അതെ അതെ, നമുക്കിത് മനസ്സിലാവും. നമ്മളിങ്ങനെ കുറെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു പോകുന്നവരല്ലേ. അതെന്നാന്നറിയോ, ആ സ്ട്രഗിൾ ചെയ്ത് വന്നുകൊണ്ടാണ് അത് മനസ്സിലാവുന്നത്. അതിന്റെ ഫീൽ ആ മുഖത്ത് കാണുന്നുണ്ട്. തളരൊന്നും കരയരുത് കുട്ടി. കാരണം ചേച്ചി പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പല നിമിഷവും ഞാൻ പുല്ല് വേണ്ട, പണി നിർത്താം, എന്തെങ്കിലും എടുക്കാം, എന്നാലും ഇല്ല, ഒരു കൈയും കൂടെ, ഈ തവണയും കൂടെ അതങ്ങനെ വരും. ഈ വർഷം കൂടെ നോക്കാം. ചിലപ്പോ ഞാൻ പണി വിട്ടിട്ട് പല ജോലിക്കും പോയിട്ടുണ്ട്. മീൻസ് ആക്സിസ് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അവിടെ പോലെ നമ്മള് ടോപ്പ് തന്നെ, അവിടെ പണിക്ക് പോയാൽ അവിടെ ടോപ്പ് തന്നെ. പക്ഷെ എന്നാലും മൈൻഡിൽ ഇതാ കിടക്കുന്നത്, ഇതാണല്ലോ. ബ്ലഡില് നമുക്ക് അങ്ങനെ ഒരു കല കിടക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് പെർഫോം ചെയ്യാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന ഒരു കയ്യടി, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പൈസയേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നത് അത്രയും ജനങ്ങളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റി, അല്ലെങ്കിൽ അത്രയും നേരം അവരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷം വേറെയാണ്. തീർച്ചയായും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആൾക്കാരിങ്ങനെ പരിചയപ്പെടുന്നത് നമ്മള് സന്തോഷം എന്നാന്നറിയോ, നമ്മൾ ചെയ്ത വർക്ക് ആളുകൾ കാണുന്നുണ്ട്, അത് അവർക്ക് രജിസ്റ്റർഡ് ആവുന്നുണ്ടല്ലോ, അത് വലിയ സന്തോഷം. അവരുടെ ലൈഫിലെ കുഞ്ഞു സന്തോഷം അതാവാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ്. അതിനേക്കാളും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇത് ബിസിനസ് ആക്കിയവരുണ്ട്, കല ബിസിനസ് ആക്കിയവരുണ്ട്, അവരൊക്കെ രക്ഷപ്പെട്ടുണ്ട്. നമ്മൾ കല ബിസിനസ് ആക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് ജീവൻ കൊടുക്കുക. അതിന് രണ്ട് രീതിയിൽ പറയാൻ ചേട്ടാ. കലയെ ബിസിനസ് ആക്കിയാലേ ഇന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഞാനാണെങ്കിലും ഇപ്പൊ സ്വന്തമായിട്ട് തുടങ്ങിയപ്പോഴും ഞാൻ വലിയ ന്യായങ്ങളൊക്കെ പറയാറുണ്ട്. അറിയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ ഈ ഓഫ് ദ ക്യാമറയെ പറഞ്ഞുതരാം. അല്ലേട്ടാ, അതങ്ങനെ ഞാൻ ഏത് ഇന്റർവ്യൂ പോലെ ആൾക്കാർ സങ്കടമൊക്കെ പറയുമ്പോഴേ നമ്മൾ ആ ഫീലൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് തല്ലി പഴുക്കാന്ന് പറയത്തില്ലേ, ആ അവസ്ഥയിലെ ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ എന്തായാലും ഇങ്ങനെ ഈ കരച്ചിൽ എപ്പോഴും ഉണ്ടാവും. കരച്ചിൽ ഭയങ്കര വിഷമമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ചേട്ടന്റെ വക ഒരു 2 മിമിക്രി എന്താണെന്ന് ഞാൻ കൊടുത്തിട്ട്, മിമിക്രി ആർട്ടിസ്റ്റ് അതുകൊണ്ട് മിമിക്രി ചെയ്യിക്കാതെ പോകാൻ പറ്റും. എന്റെ പുതുതായിട്ട് അവതരിപ്പിക്കുന്ന കാക്കാ പൂച്ച താത്താമേന ഒന്നുമില്ല. ഞാൻ നമ്മുടെ സ്റ്റേജിൽ വളരെ 2-3 താരങ്ങളെ അവതരിപ്പിക്കാം. ഒന്ന് വടിവേലു, നമ്മുടെ വീരരാഘവൻ ചേട്ടൻ, പിന്നെ ജയകുമാർ ചേട്ടൻ, അതായത് നമ്മുടെ തട്ടിയും മുട്ടിയും സീരിയലിലെ മറ്റേ മഞ്ജുപിള്ളയുടെ ഭർത്താവായിട്ട് അർജുൻ. അങ്ങനെ പറയണം, എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനത്തെ 2-3 സാധനങ്ങൾ പറയാം. ആദ്യം വടിവേലു. நாட்டு சார்களை யாருமே காணவா மாப்பிள்ள, இந்த பேப்பருக்கு ஏதாவது அறிகுறி இருக்கா மாப்பிள்ள? ഇപ്പൊ വടിവേലുവിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്തെ, ഒരു കാലത്ത് കോമഡി ആയിരുന്നു, പിന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കണ്ടോ. മാമന്നന് അതിനു മുന്നേയും കുറച്ച് നല്ല പടങ്ങളില് വടിവേലുവിന്റെ മാമന്നന് അസാധ്യമാക്കി കളഞ്ഞു. ഭഗത്തിന്റെ തന്നെ വെച്ചിട്ട് തന്നെ അല്ല ഇപ്പൊ നമുക്ക് ഒരു എന്തൊരു ചേഞ്ച് ആ. കാരണം ഈ കോമഡിക്കാർക്ക് സംസാരിക്കുമ്പോ അവരുടെ ബാസ് ഇതുമൊക്കെ കേട്ടണം പല രീതിയിൽ പല ഇതില്. പക്ഷെ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോ, അത് കോമഡി ഒരു ക്യാരക്ടർ അല്ല എന്നല്ല, ഒരു എന്താ പറയാ, അതിനെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഒരു റോള് വരുമ്പോഴത്തേക്കും അവർ വേറെ ബോഡി ലാംഗ്വേജ് വേറെ ഇതേ മാറ്റി കളയണം. കാരണം ഇല്ല ചിരിക്കും ആൾക്കാർ. വടിവേലുവിന്റെ സ്ക്രീനിൽ കാണിച്ച ചിരിക്കും. വടിവേലു സംബന്ധിച്ചിടത്തോളം പുള്ളി ഭയങ്കരമായിട്ട് ഒരു ട്രെൻഡ് ഉണ്ടാക്കിയ മനുഷ്യനാണ് കോമഡി. അതായത് ഇപ്പോ നമ്മുടെ സെന്തിൽ കൗണ്ടമണി ഒരു കോംബോ ഉണ്ടായിരുന്നു, അവിടുന്ന് ടക്കെന്നും പറഞ്ഞ് കയറി വന്ന 2 പേരാണ് ഈ വടിവേലു സാറും അതുപോലെ തന്നെ നമ്മുടെ വിവേക്. അവർ രണ്ടുപേരും സിംഗിൾ കൗണ്ടർ അടിച്ച് വിവേക് സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആ സിനിമയിൽ പുള്ളിയുടേതായ ഒരു കോമഡി ട്രാക്കിലൊക്കെ കൊണ്ടുവരുന്നത്. വടിവേലു സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നിടത്തായിരുന്നു പുള്ളിയുടെ തമാശ. അതായത് അവിടുത്തെ നായകനുമായിട്ട് അല്ലെങ്കിൽ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് കോമഡി ട്രാക്ക് അല്ല, ആ കഥയും അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പുള്ളിയുടെ ഹ്യൂമർ കൊണ്ടുവരുന്നത്.
അതൊരു രണ്ടുപേരും രണ്ട് വെറൈറ്റി ആയിട്ട് വന്നപ്പോഴത്തേക്കിനും അവരങ്ങ് കയറുന്നു. പിന്നെ പുള്ളി ഭയങ്കര ഒരു നടനാണ്, അതൊരു രക്ഷയില്ല. അതിപ്പോഴവർ യൂട്ടിലൈസ് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് പുള്ളിയുടെ പാട്ടിലൊരു ഫീലിംഗ് കിടക്കുന്നുണ്ട്. ആ മാമനകത്തെ പാട്ട് ഒരു രക്ഷയില്ല. പറയുന്നതേ സത്യം ടോമാറ്റ് ഒരു രക്ഷയില്ല. ഭയങ്കര ഫീലും കൂടെ വരുമ്പോ ഭയങ്കര ഇതാ. പുള്ളി അത് ചെയ്തേക്കുന്നത് ഭയങ്കര രസമാണ്. നമ്മള് തരിച്ചിരുന്നു അവസാനം പാടി അടങ്ങ് 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 കോമഡി പോട്ടെ. അതെ, അല്ല ഇത് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഇല്ല ഏട്ടാ, ഞാൻ ചിരിച്ചോണ്ട് കരയുകയും കരഞ്ഞോണ്ട് ചിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ്. ഓക്കെ, ആ ഇനി നമുക്ക് അർജുൻ ചേട്ടനെ കൂടെ എടുക്കാം. അർജുൻ പറയുമായിട്ടില്ല, തട്ടിമുട്ടിയില്ല. മോഹനവല്ലി, അയ്യോ അമ്മയാണ്. അമ്മയുടെ പടം അർജന്റീനയുടെ ഫ്ലെക്സിനകത്ത് വെച്ച ഭയങ്കര മാർക്കറ്റായെന്നാ പറയുന്നത്. കോമണവല്ലി, നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഞാനൊരു കവിത പാടട്ടെ. മാവേ മാവേ മാങ്ങാ പഴമേ, അല്ലേ വേണ്ട ചീറ്റിപ്പോയാൽ. പിന്നെ ആരാ ചേട്ടൻ ഒരാളെ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് കൂടുതൽ ഞാൻ പാടാറ്. ഒരുപാട് പാട്ടുകൾ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പാട്ട് ഇവിടെ പാടുക. ഉയരെ കയറും ഞാൻ കയർ കണ്ടോ പ്ലാവിൻ ടോപ്പിലാൻ കുടുക്കിട്ടു തൂങ്ങി ചാടുവാൻ. മദരേ എൻ മദരേ മദരേ. കൊച്ചു വരെ അല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വീരരാജൻ സാറിന്റെ കുറെ ഒരു കാലത്ത് ആ കാസറ്റൊക്കെയും ഭയങ്കര ആക്ഷേപ, അത് നല്ല രസമായിരുന്നു. മാത്രല്ല നമ്മള് പറയുന്ന കഥ കേട്ടാലേ നമുക്ക് ഈ കാക്കയ്ക്ക്, പൂച്ചയ്ക്ക്, കോഴിക്ക്, പട്ടിക്കൊക്കെ ഇങ്ങനത്തെ ജീവിതം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു. അങ്ങനത്തെ കഥയാണ്, അതുപോലത്തെ കഥകളാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ജീവിതം ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അല്ല, അത് ചേട്ടൻ പറഞ്ഞ ഒബ്സർവേഷൻ വേണം, ഒബ്സർവേഷൻ ആണ്. അപ്പം ചേട്ടാ, ചേട്ടന്റെ പുതിയ പടത്തിന് എല്ലാവിധ ആശംസകളും. സ്ക്രീനിൽ വീണ്ടും 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 നല്ല രീതിയിൽ പത്തരമാറ്റ് തെളിഞ്ഞു വരട്ടെ. സീരിയസ്ലി നമുക്കതൊക്കെ ഒരു സന്തോഷമാണ്, കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. സത്യം പറയാം, ഈ പോർഷൻ കട്ട് ചെയ്യണം. അല്ല, കൂടപ്പറപ്പെന്നുള്ളൊരു ഫീല് വരും. ആ ഒരു ഫീല് വരുമ്പോ തന്നെയും നമുക്ക് ഭയങ്കര ഇതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ടും ഉയരങ്ങളിൽ എത്തുമ്പോൾ നിങ്ങളൊക്കെ ഉയരത്തിലെത്തുമ്പോൾ നമ്മള് ആ ഗോൾ എടുത്ത പോലെയാണ്, നമ്മൾ അവിടെ ചെന്ന പോലെ ഒരു ഫീൽ. സോ അപ്പൊ അങ്ങനെ കുറെ ആളുകളുണ്ട് നിങ്ങളെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ, അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുക. ഒരു നല്ല നാടൻ പാട്ട് പാടിയിട്ട് ചേച്ചി പാടിക്കും, അതാ കുഞ്ഞു പാടും. അന്തിക്കണ്ണെത്തുന്ന നേരത്തെ നമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്തെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. തകതാര തകതാര ദിത്തേ താരാരാരോ, തകതാരതാരതാരദിത്തേ താരാരാരോ, തകതകതാര തകതാരദിത്തേ താരാരാരോ, തകതാരതാരതാരദിത്തേ താരാരാരോ. കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി നെല്ലെരിഞ്ഞേ, കലത്തിനു ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാം കാക്കയെ പോലെ പറഞ്ഞു. കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ, കലത്തിനു ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാം കാക്കയെ പോലെ കരഞ്ഞേ. തകതാര തകതാരദിത്തേ താരാരാരോ, തകതാരതാരതാരദിത്തേ താരാരാരോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഇടയ്ക്ക് ഞാൻ തന്നെ പാടി സ്റ്റാറ്റസ് ഇടും. അപ്പം സ്റ്റാറ്റസ് കാണുന്നവർ വെറുപ്പിക്കാതെ പോടി എന്ന് പറയും, എന്നാലും ഞാൻ വെറുപ്പിക്കും. എനിക്ക് ഇഷ്ടമുള്ള എവിടെയോ ഒരു ലൈനിൽ ഇങ്ങനെ പെട്ടെന്ന് മണിച്ചേട്ടന് ഓർമ്മ വരും. അങ്ങൊരു വെട്ടം കണ്ടു എന്റെ കൊച്ചേട്ടനാണോ വരുന്നേ, അങ്ങൊരു വെട്ടം നിനക്ക് എന്തിനാ മനുഷ്യ കരയണ? പാട്ട് ആ ലൈൻ കേട്ടപ്പോഴൊക്കെ മണിച്ചേട്ടൻ എവിടെയോ നമ്മള് ഞാനൊരു എന്തുണ്ടായിരുന്നു
ഈ പറയുന്ന ക്യാമറമാനും ഞാനും ഗോഡ്വിനും കൂടെ മണിച്ചേട്ടന്റെ പാടിയിൽ ഒരു ദിവസം ചുമ്മാ പോയി. എന്നിട്ട് ഒരു ത്രൂ ഔട്ട് ഞാൻ അവിടെ നിന്നിട്ട് സംസാരിച്ച് പാട്ട് പാടി. എനിക്ക് പാടാന്ന് അറിയില്ല, പക്ഷെ ത്രൂ ഔട്ട് ഒരു 10 മിനിറ്റ് ഞാനിരുന്ന് പാടുകയും പറയുകയും, ഞാൻ ഒറ്റയ്ക്ക്, എന്റെ അപ്പുറത്തുമില്ല ആളില്ല ഇപ്പുറത്തില്ല, എന്റെ ഓർമ്മകള് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ സംസാരിച്ചു. കാരണം നമുക്കൊരു ചേട്ടനല്ലേ, അന്നൊരു വെട്ടം കണ്ടേ എന്റെ കൊച്ചേട്ടനാണേ വരുന്നേ, ആ പറയുമ്പോ നമുക്കൊരു അതുപോലെ മണിച്ചേട്ടൻ മെച്ചപ്പെട്ടൊരു പാട്ടില്ലേ, സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടില് തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ. ശരിയാ ചേട്ടാ. അപ്പൊ നമുക്ക് ബാക്ക് ടു ഹോം. നമുക്ക് അപ്പൊ ശരി, നിങ്ങള് സന്തോഷമായിട്ടിരിക്കുക. ചേച്ചി നിങ്ങളുടെ വർക്കിന്റെ ഇടയ്ക്കും എനിക്ക് വേണ്ടിട്ടൊരു ഹാഫ് ഡേ ലീവ് എടുത്ത് സെറ്റ് ചെയ്ത് വന്നതിന് ഭയങ്കര സന്തോഷം. പെണ്ണെ എനിക്ക് വേണ്ടി പാട്ട് പാടി തന്നതിന് ഭയങ്കര സന്തോഷം. താങ്ക് യു. അപ്പൊ ചേട്ടാ